വിളിക്കാൻ പോവാണ്. ഇപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ സിനിമകൾക്കൊരു പ്രത്യേകതയുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊരു ഭാഗ്യം, അത് വിജയ് ബാബുവിൻ്റെ ഭാഗ്യമാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സെലക്ഷനാണോ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലെ കഴിവാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ മിനിമം ഗ്യാരണ്ടി സിനിമകൾ നമുക്ക് തരുന്ന ഒരാൾ ഒരു ഫേമാണ്, ശരിക്കും ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ഇതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പറയുന്ന ചില പേരുകളുണ്ട്. അദ്ദേഹം ഏത് ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ക്യാരക്ടറാണ്. അത് ഇന്ന സിനിമ, ഇന്ന റോള്, വില്ലനാണോ നായകനാണോ അതൊന്നും വിഷയമല്ല. ഒരൊറ്റ സീനിൽ വരുന്ന ഒരാളാണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏത് സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭദ്രമാണ്. റിവ്യൂ പറയുന്ന എല്ലാവരും പറയും ഇദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാനില്ല, കാരണം എല്ലാ സിനിമയിലും അദ്ദേഹം അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനും ലൈക്ക് എവറി അതർ റോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിക്ക പ്ലീസ്. താങ്ക് യു ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. എൻ്റെ കൽബിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞെന്നിരിക്കില്ല, പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലരെ മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും, ഇവരുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ കൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് സന്തോഷം, നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് കാലമായി നമ്മളൊരു ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ആ വിഷമം തീർക്കാനുള്ളൊരു സിനിമയാണ് കൽബ് എന്ന് പറയുന്നത്. ഒരു പ്രണയകഥ തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിറങ്ങാൻ പറ്റില്ല. അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായി പോയിട്ടില്ല. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ് വിജയ് ബാബു. വിജയ് ബാബുവിൻ്റെ വണ്ടർഫുൾ സെലക്ഷനാണ്. സാജിദിൻ്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ്. ഒരുപാട് നല്ല പാട്ടുകളുള്ള, നല്ല പ്രണയരംഗങ്ങളുള്ള, നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നേരുന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേടാൻ സാധിച്ച ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ടിരുന്നു എനിമീസ് ഇൻ റിയൽ, ഫ്രണ്ട്സ് ഇൻ റിയൽ എന്ന് പറഞ്ഞൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക കെമിസ്ട്രി, ഒരു പ്രത്യേക സ്നേഹമുണ്ടോ? പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് രാവണപ്രഭു തൊട്ട് തുടങ്ങിയതല്ലേ. അപ്പം അതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. മോഹൻലാലും ഞാനും കൂടെ ഇങ്ങനെ വന്നത്. അത് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അത് റിയലിൽ മാത്രമേ ഉള്ളൂ. റിയലിൽ എല്ലാവർക്കും അറിയാമല്ലോ, അത്ര അടുത്ത സുഹൃത്താണ്. മോതിരം വരെ ഉരുത്തരുന്ന ആളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ്. അത് ഈ പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത്. അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു കാൻഡിഡേറ്റ് പിക്കാണ്. അത് ഇന്ന് എനിക്ക് ലാൽ അയച്ചതെന്നാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ FB-യിൽ അത് പോസ്റ്റ് ചെയ്തത്. അതിനും വലിയ സ്വീകരണം തന്നെയാണ്. ഒരുപാട് സന്തോഷം. സിദ്ദിഖിക്ക, ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.